ശത്രുരാജ്യങ്ങളുടെ നീക്കം മുളയിലെ നുള്ളാൻ കെൽപ്പുള്ള പടുകൂറ്റൻ യുദ്ധക്കപ്പൽ നിർമ്മിക്കാനുള്ള നീക്കം ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന മൂന്നാമത്തെ വിമാനവാഹിനി കപ്പൽ വൈകാതെ നീറ്റിലിറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 40,000 മുതൽ 50,000 കോടി രൂപ വരെ ചെലവ് പ്രതീക്ഷിക്കുന്ന വിമാനവാഹിനിയുടെ നിർമ്മാണത്തിന്റെ ഏറിയ പങ്കും കൊച്ചിൻ കപ്പൽശാലയിലാണെന്നുള്ളത് മലയാളിക്കും അഭിമാനിക്കാവുന്നതാണ്. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് നിർമ്മാണത്തിലൂടെ തെളിയിച്ച മികവ് തന്നെയാണ് ഇക്കുറിയും പ്രയോഗിക്കുക. ഏകദേശം 23,000 കോടി രൂപയായിരുന്നു വിക്രാന്തിന്റെ നിർമ്മാണ ചെലവ്. മൂന്നാമതൊരു വിമാനവാഹിനി കപ്പൽ കൂടി നിർമ്മിക്കണമെന്ന നാവികസേനയുടെ ശുപാർശ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡിഫൻസ് പ്രൊക്യൂർമെന്റ് ബോർഡ് അംഗീകരിച്ചിരുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ കൂടി അംഗീകരിച്ച ശേഷമാണ് രാജ്യം ഇപ്പോൾ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഏഷ്യയിലാകെ ചൈന സൃഷ്ടിക്കുന്ന നയതന്ത്ര സുരക്ഷാ പ്രശ്നങ്ങൾ അതിന്റെ പാരമ്യത്തിലെത്തിയിരിക്കുകയാണ്. തായ്വാനുമേലുള്ള ചൈനയുടെ മേൽക്കോയ്മ പ്രഖ്യാപനം ഒരിക്കൽ കൂടി ഉണ്ടായിട്ടുണ്ട്. തായ്വാൻ കടലിടുക്കിൽ അതിർത്തിരേഖ മറികടന്ന് ചൈനയുടെ 73 സൈനിക വിമാനങ്ങൾ പറന്നത് ദിവസങ്ങൾക്ക് മുമ്പാണ്. തായ്വാൻ പ്രസിഡന്റ് സായ് ഇങ് വെന്നും US ജനപ്രതിനിധി സഭാ സ്പീക്കർ കെവിൻ മെക്കാർത്തിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ രോഷം പ്രകടിപ്പിക്കുകയായിരുന്നു ചൈന. ഇന്ത്യൻ അതിർത്തിയിൽ ചൈന നടത്തുന്ന ഇടപെടലുകളും ഇതേ അർത്ഥത്തിൽ തന്നെയാണ് കാണേണ്ടത്. ഒരു ഭാഗത്ത് ചർച്ച, മറുഭാഗത്ത് പ്രകോപനം എന്നതാണ് ഇന്ത്യ-ചൈന ബന്ധത്തിലെ വർത്തമാനകാല അവസ്ഥ. അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങൾക്ക് പുതിയ ഔദ്യോഗിക നാമങ്ങൾ നൽകുന്നതും ഭൂട്ടാനുമായി തികച്ചും തന്ത്രപരമായി അടുക്കുന്നതും അതിർത്തിയിൽ നടക്കുന്ന നഗരവൽക്കരണവുമെല്ലാം നിരന്തരം ശല്യമുണ്ടാക്കുകയെന്ന ചൈനീസ് പദ്ധതിയുടെ ഭാഗമാണ്. ചൈനയുടെ കടന്നുകയറ്റത്തെ തച്ചുടയ്ക്കുകയാണ് ലക്ഷ്യമെന്നുള്ളതാണ് ഇന്ത്യൻ നാവികസേനയുടെ പ്രഖ്യാപിത നിലപാട്. നാവികസേനാ മേധാവിയും മലയാളിയുമായ അഡ്മിറൽ R. ഹരികുമാർ പരസ്യമായി പറയുകയും ചെയ്തതാണ്. ഇന്ത്യയുടെ പേരിലാണ് ഇന്ത്യൻ മഹാസമുദ്രം നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ മേഖലയുടെ സുരക്ഷിതത്വം നമ്മുടെ ഉത്തരവാദിത്തമാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. നമ്മുടെ പേരിലാണ് ഇത് നാമകരണം ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ നടപടിയെടുക്കുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് നടപടിയെടുക്കേണ്ടത്? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സുരക്ഷിതത്വം ഉണ്ടെന്ന് ഉറപ്പാക്കാൻ ഭാരതീയ നാവികസേന വേണ്ട നടപടി സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഗൾഫ് ഓഫ് ഏദൻ, അറബിക്കടൽ, ചെങ്കടൽ എന്നിവിടങ്ങളിൽ ഡ്രോൺ, മിസൈൽ വിരുദ്ധ, കടൽക്കൊള്ള വിരുദ്ധ ആക്രമണങ്ങൾക്കായുള്ള ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തനങ്ങൾ 100 ദിവസം തികയുന്ന സാഹചര്യത്തിലായിരുന്നു നാവികസേനാ മേധാവിയുടെ പ്രസ്താവന. അടുത്ത കാലത്തായി നാവികസേന തങ്ങളുടെ കഴിവ് തെളിയിച്ചിട്ടുമുണ്ട്. ഇന്ത്യയുടെ ഈ സൈന്യം സ്വന്തം രാജ്യത്തിന് മാത്രമല്ല കടൽക്കൊള്ളക്കാരുടെ തോക്കിൻമുനയിൽപ്പെട്ട അയൽ രാജ്യക്കാർക്കും രക്ഷകരായ ഒട്ടേറെ സംഭവങ്ങളാണ് ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ളത്. അറബിക്കടലിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി 10 യുദ്ധക്കപ്പലുകൾ, P-8I നിരീക്ഷണ വിമാനം, സീ ഗാർഡിയൻ ഡ്രോണുകളും വിന്യസിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിനും ജനതയ്ക്കും കരുത്തായി INS ജഡായു ഇന്ത്യ കമ്മീഷൻ ചെയ്തത് ചൈനയെ ചൊടിപ്പിച്ചിരുന്നു. ലക്ഷദ്വീപിന്റെ രണ്ടാമത്തെ നാവികസേന ആസ്ഥാനമാണ് INS ജഡായു. ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിലാണ് പുതിയ ആസ്ഥാനം. ലക്ഷദ്വീപിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് പ്രഥമ പരിഗണന നൽകിക്കൊണ്ടാണ് INS ജഡായു കമ്മീഷൻ ചെയ്യാൻ സേന തീരുമാനിച്ചത്. ഇതിനു പുറമെ അറബിക്കടലിലെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനും ഇതിലൂടെ സാധിക്കും. അടുത്തിടെ ലക്ഷദ്വീപിലും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലും പ്രകോപനം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് INS ജഡായു വേഗത്തിൽ കമ്മീഷൻ ചെയ്തത്. ചൈനയും പാകിസ്ഥാനും ജനുവരിയിൽ അറബിക്കടലിൽ സുപ്രധാനമായ നാവിക അഭ്യാസം നടത്തിയിരുന്നു. 9 ദിവസമാണ് ഈ അഭ്യാസം നീണ്ടു നിൽക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണവും പ്രവർത്തനങ്ങളും വർദ്ധിപ്പിക്കുകയാണ് ഉദ്ദേശം. ചൈനയുടെയും പാകിസ്ഥാന്റെയും അന്തർവാഹിനികളും യുദ്ധക്കപ്പലുകളും അഭ്യാസത്തിൽ പങ്കെടുത്തിരുന്നു. ഇത് മനസ്സിലാക്കി യുദ്ധവിമാനങ്ങളുള്ള INS വിക്രമാദിത്യ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ഇന്ത്യ വിന്യസിച്ചിട്ടുണ്ട്. ഡെപ്യൂട്ടി ചീഫ് MS പവാർ അറബിക്കടലിലെ INS വിക്രമാദിത്യയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. പോരാട്ടങ്ങളുടെ രാജ്ഞിയായ ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പൽ അതിന്റെ പേര് നിലനിർത്തുന്ന പ്രകടനം തന്നെ കാഴ്ചവെക്കുമെന്ന് നേവി വക്താവും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ചൈനയുടെയും പാകിസ്ഥാന്റെയും അഭ്യാസങ്ങൾ ഇന്ത്യൻ കണ്ണുകൾ പൂർണ്ണമായി ഒപ്പിയെടുക്കുന്നുണ്ട്.